ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റിട്ട് മുറ്റത്തോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി എല്ലാം അതുപോലെയൊക്കെ തന്നെ ഉണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, എന്നിട്ട് നേരെ ചായ ഇടാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ചായ കുടിച്ച് കഴിയുമ്പോൾ മനസ്സിനും ഒരു എനർജി കിട്ടും, ശരീരത്തിനും ഒരു എനർജി കിട്ടും. നിങ്ങളൊക്കെ ഏർലി മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് പേഴ്സൺ ആണോ എന്ന് പറയുന്നത്? ഞാൻ നൈറ്റ് പേഴ്സൺ. എനിക്ക് രാത്രി ഇരിക്കാൻ കുഴപ്പമില്ല, പക്ഷേ രാവിലെ എണീക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ കാശിക്ക് പോകണമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങയൊക്കെ തിരികെ നിറയെ കൊച്ചുള്ളിയും ഇഞ്ചിയും രണ്ട് കാന്താരിയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു വെള്ള ചമ്മന്തി അരച്ചു. അത് കഴിഞ്ഞിട്ട് അതേ ചോപ്പർ റൂട്ടനിൽ തന്നെ ചോപ്പർ റൂട്ടൻ എടുത്തിട്ട് നമ്മൾ അതിലോട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നമ്മൾ അണ്ടാബുർജിക്ക് വേണ്ടി നമ്മുടെ മുട്ടത്തോരൻ്റെ പുതിയ വേർഷൻ അതിന് വേണ്ടിയിട്ട് അതിട്ട് ഒന്ന് പിടിച്ചിട്ട് മുട്ടയും ഒഴിച്ച് നമ്മൾ അണ്ടാബുർജി സെറ്റാക്കി. അതിൽ തന്നെ നമ്മൾ കൂമ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, ആ കൂമ്പ് തോരനും റെഡിയാക്കി. ദോശയും കൂടെ ചുട്ടെടുത്തു. ദോശയും ചമ്മന്തിക്കറി ആയപ്പോൾ രാവിലത്തെ കാപ്പി പരിപാടി അങ്ങ് സെറ്റായി. പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ ചോപ്പർ റൂട്ടനെ എടുത്തിട്ടുണ്ടല്ലോ, അപ്പം നമ്മുടെ മീൻകറിക്കുള്ള അരപ്പൂടെ അങ്ങ് മൂപ്പിച്ച് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൽ തന്നെ ഉള്ളി ഇട്ടടിച്ച് തക്കാളി അരിഞ്ഞ് നമ്മൾ പൊടിയെല്ലാം മൂപ്പിച്ച് വെക്കുന്ന കണക്ക് ഇവിടെ കൂടുതലും അങ്ങനെയാണ് കറി വെക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ മൂപ്പിച്ച് അതും അവിടെ സെറ്റ്. അപ്പോഴത്തേക്കും കാശിക്കൂട്ടം ഉണർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവനെ പല്ലേപ്പിക്കാനും കഴിപ്പ് കൊടുക്കാനൊക്കെ പോയി. നമുക്ക് പങ്കട മീനാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേക്കും അമ്മ മീൻകറി അടപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഇത്രയുള്ള വിശേഷം. ടാറ്റാ.